Welcome on. So, in this video, we will discuss about the topic 𝐤𝐶𝐬𝐭𝐭𝐞𝐞 Committee on Western Ghats. This is one of the important topic in this chapter. Western Ghats is a mountain range that is older than Himalayas and also known as Sahyadri mountain range. It is a mountain range that covers an area of 1,60,000 square kilometer and traversing the states of Gujarat, Maharashtra, Goa, Karnataka, Kerala and Tamil Nadu. It is one of the UNESCO World Heritage Site and biodiversity hotspot in the world. So, in these slides, we will discuss the following. Why did 𝐤𝐶𝐬𝐭𝐿 Committee was set up? The recommendations of 𝐤𝐶𝐬𝐭𝐿 Committee, the criticism against 𝐤𝐶𝐬𝐭𝐿 Committee report and the comparison of 𝐤𝐴𝐤𝐿 Committee report and 𝐤𝐶𝐬𝐭𝐿 Committee. 𝐤𝐶𝐬𝐭𝐿 കമ്മിറ്റിനെ പറ്റി നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ഗാർഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. കാരണം 𝐤𝐶𝐬𝐭𝐿 കമ്മിറ്റി ഫോം ചെയ്യാനുള്ള കാരണം ഗാർഗിൽ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തപ്പോൾ അതിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള പ്രൊട്ടസ്റ്റും കാര്യങ്ങളും കാരണമാണ് ഗാർഗിൽ കമ്മിറ്റി റിപ്പോർട്ട് വെച്ചിട്ടുള്ള പ്രപ്പോസൽസും അതിലുള്ള പോരായ്മകളും മറ്റും ഒന്നുകൂടി വ്യക്തമായി പഠിച്ച് ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനാണ് 𝐤𝐶𝐬𝐭𝐿 കമ്മിറ്റി ഫോം ചെയ്തിട്ടുള്ളത്. So let's move on to the topic. 𝐤𝐶𝐬𝐭𝐿 Committee was set up to study the Gargil Committee report on Western Ghats in 2012. It was headed by Krishnaswamy 𝐤𝐶𝐬𝐿. The committee is often called HLWG. It denotes the 10-member high-level working group. And the 𝐤𝐶𝐬𝐿 panel submitted the report on April 15, 2013. And the Environment Ministry accepted the report and decided to declare 37% of the total area of Western Ghats as ecologically sensitive area under Environment Protection Act 1986. Following are the recommendations proposed by the 𝐤𝐶𝐬𝐿 Committee. Instead of the total area of Western Ghats, only 37% be brought under ESA. Western Ghats ne മുഴുവൻ ESAയുടെ കീഴിലേക്ക് ഉൾപ്പെടുത്താതെ വെസ്റ്റേൺ ഗട്ട്സിന്റെ ഒരു 37% മാത്രമാണ് ESAയിലേക്ക് അല്ലെങ്കിൽ എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയയിലേക്ക് കീഴിലേക്ക് കൊണ്ടുവന്നത്. ആൻഡ് ദ പ്രപ്പോസ്ഡ് എ കംപ്ലീറ്റ് ബാൻ ഓൺ മൈനിങ്, ക്വാറിയിങ്, സാൻഡ് മൈനിങ് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ESA. നെക്സ്റ്റ് പോയിന്റ്, മൂന്നാമത്തെ പോയിന്റ് നമുക്ക് നേരത്തെ പറഞ്ഞ പോയിന്റിനോട് കൂട്ടിച്ചേർത്ത് പറയാവുന്ന ഒന്നാണ്. കറന്റ് മൈനിങ് ഏരിയാസ്, അതായത് ESAയിൽ ഇപ്പോൾ നിലവിലുള്ള മൈനിങ് ക്വാറീസ് അതുപോലെയുള്ളതൊക്കെ നെക്സ്റ്റ് 5 ഇയേഴ്സിനുള്ളിൽ നിർത്തിപ്പോണം എന്ന് അവര് പ്രപ്പോസ് ചെയ്തു. അല്ലെങ്കിൽ ആ മൈനിങ് ലീസ് എക്സ്പയർ ആവുന്ന ഡേറ്റ് വരെ അവർക്ക് അവിടെ പ്രവർത്തിക്കാനായിട്ട് അനുമതിയുള്ളൂ. ഏതാണോ ആദ്യം നിർത്തുന്നത് അതിനനുസരിച്ച്, ഒന്നില്ലെങ്കിൽ 5 വർഷം ആവുമ്പോൾ അതിനു മുമ്പ് അവരുടെ മൈനിങ് ലീസ് എക്സ്പയർ ആവുകയാണെങ്കിൽ അവർക്ക് അത് നിർത്തേണ്ടതാണ്. ആൻഡ് പിന്നെ അവർ പ്രപ്പോസ് ചെയ്തത് there is a distinction between cultural and natural landscape. കൾച്ചറൽ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുമ്പോൾ ഹ്യൂമൻ സെറ്റിൽമെന്റ്, അഗ്രികൾച്ചറൽ ഫീൽഡ്സ് ആൻഡ് അതർ പ്ലാന്റേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് കൾച്ചറൽ ലാൻഡ്സ്കേപ്പ്. ആൻഡ് ദ റെസ്റ്റ് ഓഫ് നാച്ചുറൽ ലാൻഡ്സ്കേപ്പ്. നാച്ചുറൽ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുമ്പോൾ ഫോറസ്റ്റും അങ്ങനെ ബയോഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നാച്ചുറൽ ലാൻഡ്സ്കേപ്പിൽ ഉൾപ്പെടുന്നത്. പിന്നെ നെക്സ്റ്റ് വെച്ച ഒരു റെക്കമെൻഡേഷൻ ആണ് no thermal power be allowed. Next recommendation is hydropower projects are allowed only after a detailed study. ഗാർഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ ഹൈഡ്രോ പവർ പ്രൊജക്ട്സ് കംപ്ലീറ്റ്ലി ബാൻ ചെയ്തിരുന്നു. പക്ഷേ 𝐤𝐶𝐬𝐿 കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡിക്ക് ശേഷം ഒരു ഹൈഡ്രോ പവർ പ്രൊജക്ട്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള അനുമതി 𝐤𝐶𝐬𝐿 കമ്മിറ്റി കൊണ്ടുവന്നു. ആൻഡ് നെക്സ്റ്റ് റെക്കമെൻഡേഷൻ ഈസ് red industries are strictly banned. Red industries means the industries which are highly polluting and cause destruction to the environment. Next recommendation is they made several pro forma recommendation including the exclusion of inhabited regions and platforms from the purview of ecologically sensitive areas. The next recommendation is under this report 123 villages fall under the ESA purview. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ 123 വില്ലേജസ് എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് ഉൾപ്പെട്ട വില്ലേജസിന്റെ എണ്ണം മാത്രമാണ്. ടോട്ടൽ ആയിട്ട് 4156 വില്ലേജസ് ESAയുടെ പർവ്യൂവിൽ പെട്ടിട്ടുണ്ടായിരുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ്സ് എല്ലാം കൂടിയിട്ട് അറൌണ്ട് 4156 വില്ലേജസ് ഉൾപ്പെടും. പക്ഷെ അത് കേരളത്തിൽ നിന്ന് ഉൾപ്പെട്ടത് 123 വില്ലേജസ് ആണ്. And next recommendation is
they banned the development of any township or construction over the size of 20,000 square meters in ESA zone. And അടുത്ത റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് ഫോർ ഡാംസ് they demanded an uninterrupted ecological flow of at least 30% level of river flow. ഇത് ഗാർഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ അവർ ഡാംസ് കംപ്ലീറ്റ്ലി പാടില്ല ESA പെർവ്യൂല് അല്ലെങ്കിൽ ESA ഏരിയയിൽ ഡാംസ് ഒന്നും പാടില്ല എന്നൊരു പ്രപ്പോസലാണ് ഗാർഗിൽ കമ്മിറ്റി റിപ്പോർട്ട് വെച്ചിരുന്നത്. കസ്തൂരിരംഗൻ കമ്മിറ്റി അതിനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മറ്റൊരു പ്രപ്പോസലാണ് ഇത്. Following are the criticism of Kasturirangan Committee. The first criticism was the Kasturirangan Committee panel used remote sensing and aerial survey method for zonal division of land in the Western Ghats. Remote sensing method എന്ന് പറയുമ്പോൾ അത് typically ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഏരിയയുടെ ഫിസിക്കൽ ഫീച്ചേഴ്സ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാമറ വെച്ചിട്ടുള്ള എയർക്രാഫ്റ്റോ അല്ലെങ്കിൽ നോർമലി സാറ്റലൈറ്റോ വെച്ചിട്ടുള്ള ആ ജോഗ്രഫിക്കൽ ഏരിയയുടെ ഇമേജസ് വെച്ചിട്ടാണ് റിപ്പോർട്ട് അല്ലെങ്കിൽ അത് പഠിക്കുക. ആ ഏരിയനെ പറ്റി പഠിച്ച് റിപ്പോർട്ട് നൽകുന്ന മെത്തേഡാണ് റിമോട്ട് സെൻസിങ് മെത്തേഡ്. ഏരിയൽ സർവേ മെത്തേഡും സെയിം അതുപോലെ തന്നെയാണ്. അങ്ങനത്തെ മെത്തേഡ്സ് യൂസ് ചെയ്തത് കൊണ്ട് തന്നെ ഗ്രൗണ്ട് റിയാലിറ്റിനെ പറ്റി അവർ കാര്യമായിട്ട് പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ റിപ്പോർട്ടിൽ കാര്യമായിട്ടുള്ള എററുകൾ ഉണ്ട് എന്നത് കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഏറ്റവും വലിയൊരു ക്രിറ്റിസിസം ആണ്. The next criticism was the power is vested in the hands of bureaucrats and forest officials and not with the Gram Sabhas. ഈ വെസ്റ്റേൺ ഗട്ട്സിന്റെ കാര്യത്തിൽ തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് അധികാരപരിധി ഉള്ളത് ബ്യൂറോക്രാറ്റ്സിനും അതുപോലെ ഫോറസ്റ്റ് ഒഫീഷ്യൽസും ആണ് അതിൽ തീരുമാനം എടുക്കുക. സാധാരണ ജനങ്ങളുടെ ഒരു ഭാഗമായിട്ടുള്ള സാധാരണ ജനങ്ങൾക്കോ അല്ലെങ്കിൽ ആ ഏരിയയിലുള്ള ഗ്രാമസഭാസിനോ അതിൽ പ്രത്യേകിച്ച് ഒരു റോളും ഉണ്ടായിരുന്നില്ല എന്നതും കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഒരു മേജർ ആയിട്ടുള്ള ക്രിറ്റിസിസം ആണ്. And next is, under this report, the mining and quarrying lobbies are expected to flourish. It will be disastrous to the environment. It will cause us water shortage, pollution, and as a result, it will not be able to do farming there. And the next criticism was the usage of such error method has caused the inclusion of many villages under ESA, though there is only rubber plantations and no forest land. നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റിനോട് കൂട്ടിച്ചേർത്ത് പറയാവുന്ന ഒരു പോയിന്റ് ആണ് കസ്തൂരിരംഗൻ റിപ്പോർട്ട് ഇൻക്ലൂഡഡ് ഇക്കോ നോൺ സെൻസിറ്റീവ് ഏരിയാസ് ആൻഡ് ലെഫ്റ്റ് ഔട്ട് മെനി ഇക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയാസ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഫോറസ്റ്റ് ലാൻഡിനെ മാറ്റി നിർത്തി റബ്ബർ പ്ലാന്റേഷൻസ് പോലെയുള്ള അല്ലെങ്കിൽ കൾച്ചറൽ ലാൻഡ്സ്കേപ്പുകളും ESA പെർവ്യൂലേക്ക് ESAയുടെ പെർവ്യൂലേക്ക് ഉൾപ്പെട്ടിട്ടുണ്ട്. അത് ഈ കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്നിട്ടുള്ള ഒരു അപാകതയാണ് അല്ലെങ്കിൽ കസ്തൂരിരംഗൻ കമ്മിറ്റിയുടെ ഒരു ക്രിറ്റിസിസം ആയിട്ട് പറയുന്നു. These are the comparison between Gargil Committee report and Kasturirangan Committee report. The first point is the Gargil Committee report laid too much importance to the environment and tagged as anti-development, but in Kasturirangan Committee report it laid too much importance to the development and tagged as anti-environmental. The second point, in Gargil Committee report, they recommended that the entire area of Western Ghats should be declared as ESA, but in Kasturirangan Committee, the Western Ghats was divided into two, which are natural landscape and cultural landscape. The third point, in Gargil Committee report, the entire Western Ghats was divided into regions of three zones, which are ESZ1, ESZ2 and ESZ3, and gave a bold outline of certain restrictions for each zone. In Kasturirangan Committee, over 37% of the Western Ghats be brought under ESA, and there is no classification of zones. In fourth point, the Gargil Committee report, the determination of area as these zones ESZ1, ESZ2, ESZ3 be done at Taluka level, but in Kasturirangan Committee, the determination of area of ESA be done at village level. The fifth point is, in Gargil Committee report, no polluting industries were allowed, and in Kasturirangan Committee report, only red category industries were
banned. So, in conclusion, the Kasturirangan Committee was set up to study the Gargi Committee report on Western Ghats. Both the committees were formed under UPA government, and in 2014, when NDA government came to power, they stated that it would take Kasturirangan Committee recommendations over the Gargi Committee report. It is to be noted that the Western Ghats are the treasure for us which provides us our day-to-day needs. It needs to be protected and regenerated. These Ghats contains the enormous wealth of beautiful species and trees. We need nature and its resources for our own survival. So we need to protect the environment. We should take care of the environment. So hope you all these are clear.